ഒരു അപകട വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മധ്യപ്രദേശിൽ ബസ് അപകടത്തിൽ 10 പേർ മരിച്ചിരിക്കുന്നു. മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ബൽറാം, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നോ ബസ്സിൽ? അമൃത, 40-ലേറെ യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ വെച്ച് ഈ അപകടമുണ്ടായത്. സൗസറിൽ ഒരു സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ അപകടത്തിൽ 10 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അപകട സ്ഥലത്ത് നിലവിലുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. നിരവധി പേർ ആശുപത്രിയിൽ, 40ഓളം പേർ ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അതിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച ശേഷം ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഈ വാഹനങ്ങൾ പൂർണ്ണമായും ഈ അപകടത്തിൽ തകർന്നിട്ടുണ്ട്. ഏറെ നേരം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാനായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ശരി, മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിലാണ് ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് 10 പേർ മരിച്ചത്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.